ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലാണെന്ന ഈ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ അലൈറ്റ് മോഷനിൽ ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അലൈറ്റ് മോഷൻ XML ഫയലിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സീം ബാഗ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടെലിഗ്രാമിലും കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് ബീറ്റിനനുസരിച്ച് കട്ട്സൊക്കെ സെറ്റ് ആക്കി വെക്കാം. സോ എന്നിട്ട് ഇതുപോലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള സൂം ട്രാൻസിഷനും സൈഡ് ടു സൈഡ് ട്രാൻസിഷനും ഒക്കെ സെറ്റ് ആക്കി വെക്കാം. ശേഷം നമുക്ക് ഇതിലേക്കൊക്കെ എഫക്റ്റുകൾ ആഡ് ചെയ്ത് തുടങ്ങാം. സോ ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഒരു എഫക്റ്റ് ആഡ് ആക്കിയിട്ട് നമുക്ക് എനേബിൾ ചെയ്യാനുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് സെക്കൻഡ് ആയിട്ട് ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ഒരു മെയിൻ എഫക്റ്റ്. സോ ഈ എഫക്റ്റ് ആഡ് ആക്കിയിട്ട് അതിൻ്റെ ആംഗിൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 59 ആക്കി കൊടുക്കാം. ശേഷം അത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോവാം. ശേഷം നമുക്ക് ഈ ഒരു കുറച്ച് നീക്കിയിട്ടായിട്ട് അതിൻ്റെ വാല്യൂ ഒരു 1.66 ആക്കി കൊടുക്കാം. 1.66 ആക്കിയിട്ട് ശേഷം കുറച്ചുകൂടെ നീക്കിയിട്ട് നമുക്ക് ഒരു സെൻട്രലായിട്ട് അതിൻ്റെ വാല്യൂ 15 ആക്കി കൊടുക്കാം. സോ 56 ഒക്കെ ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് അടിയിലുള്ള ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്ക് ഫസ്റ്റ് തന്നെ 5.5 ആക്കി കൊടുക്കാം. ദെൻ അടിയിലുള്ള മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ നമുക്ക് ഫസ്റ്റ് തന്നെ 0 ആക്കി കൊടുക്കാം. ശേഷം നമുക്കൊരു കീ ഫ്രെയിം ആഡ് ആക്കി എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് സ്റ്റാർട്ടിങ്ങിലായിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് ഒരു 300+ ആക്കി കൊടുക്കാം. ദെൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഷേക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇനി ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നമുക്ക് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുത്ത് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ ഒരു ബ്ലർ ആക്കി കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ബ്ലർ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിവിടെ ഈ ഒരു രീതിയിൽ ആണ് സെറ്റ് ചെയ്യണേ. സോ എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കാം. വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോവുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. എക്സ്പ്ലോഷർ ഗ്ലാമ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കുക. ശേഷം ഇവിടെ നമുക്കൊരു കീ ഫ്രെയിം ആഡ് ആക്കാം. കുറച്ച് നീക്കിയിട്ട് സെൻട്രലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ആക്കാം. ശേഷം ഫസ്റ്റ് ആഡ് ആക്കിയ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമുക്ക് ഒരു 14 ആക്കി കൊടുക്കാം. ശേഷം സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഒരു ഗ്രാഫ് കൂടെ ആഡ് ആക്കി കൊടുക്കാം. ദെൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് വീണ്ടും നമുക്ക് എഫക്റ്റ് സെക്ഷനിൽ പോവാം. ആഡ് എഫക്റ്റിൽ നമുക്ക് വേവ് വാർപ്പ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഫേസിൻ്റെ അവിടെ ഫസ്റ്റ് തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കി സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് എൻഡിലായിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ 1 ആക്കി കൊടുക്കാം. 1.00 ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് ആംഗിൾ നമുക്കൊരു 11 ആക്കി കൊടുക്കാം. 11 ആക്കാം. സ്പേസിങ് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 6.3 ആക്കി കൊടുക്കാം. 6.3 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എന്നിട്ട് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് 0 ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് മാഗ്നിറ്റ്യൂഡിൻ്റെ അവിടെ ഫസ്റ്റ് തന്നെ നമുക്കിത് 4 ആക്കി കൊടുക്കാം. സോ 4 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് എൻഡിലായിട്ട് 0 ആക്കി കൊടുക്കാം. ദെൻ നമുക്കിവിടെ സ്പേസിങ്ങിൻ്റെ അവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കീ ഫ്രെയിം ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഗ്രാഫ് രണ്ടിലും മാഗ്നിറ്റ്യൂഡിൻ്റെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എഫക്റ്റുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെ ജസ്റ്റ് ഇനി കോപ്പി ചെയ്ത് അപ്പുറത്തെ കട്ട്സിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.